കയ്പിന്റെ കാരണം ചെറുപയറാണോ കടുകാണോ എന്ന് മനസ്സിലായില്ല. കയ്പുണ്ടാവുമല്ലോ ചെറുപയറിനൊക്കെ, പക്ഷെ കുറച്ചൊരു കഴിയുമ്പോൾ ആ പ്രശ്നമല്ല. ഫസ്റ്റത്തെ ബൈറ്റ് നല്ല കയ്പുണ്ട്. പക്ഷെ ഇഡ്ഡലി നല്ല ഇഡലി കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കടുക് അരച്ചിരിക്കാണ് ചട്നി. ആ ഒരു കടുകിന്റെ ചെറിയ കയ്പുണ്ട്. ഇന്നത്തോടെ നമ്മൾ നിസാമാബാദ് വിടുകയാണ്. ഇനി നേരെ ജബൽപൂരിൽ എത്തണം. ഇന്ന് നമുക്ക് 10 മണിക്കൂറാണ് യാത്ര ചെയ്യാനുള്ളത്. ഏകദേശം 624 കിലോമീറ്റേഴ്സ്. 8 മണിക്ക് നമ്മൾ ഇറങ്ങി. അധികം വെഹിക്കിൾസ് ഒന്നും ഒരുപാട് അങ്ങനെ പോവാത്തോണ്ടാണ് തോന്നുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചോളം ഉണക്കാനിടുന്നുണ്ട്. ലഞ്ചിനായി നമ്മൾ ഗൂഗിൾ റിവ്യൂസും റേറ്റിംഗ് ഒക്കെ നോക്കി ഈ ഒരു കേവ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്സിൽ നോക്കിയപ്പോൾ ഇവിടെ ഓപ്പൺ ആണെന്നായിരുന്നു കണ്ടത്, പക്ഷെ ചെന്ന് കയറിയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഹൈവേന്റെ സൈഡിലുള്ള ഈ ഒരു MHKS ഹൈവേ പ്ലാസയിൽ കയറി ചിക്കൻ ഫ്രൈഡ് റൈസും തന്തൂരി ചിക്കനും ആണോ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടായിരുന്നു. മയണൈസ് ഇല്ലായിരുന്നു, പക്ഷെ ഈ ഒരു റൈത്ത ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. കുറച്ച് സ്നാക്ക് ഐറ്റംസും വാങ്ങി ഡിന്നർ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ജബൽപൂരിലെ ഒരു ഹോട്ടൽ റൂം ഞാൻ പോകുന്ന വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഗ്രാൻഡ് ജബൽപൂർ. 6 രൂപയോടെ നമ്മൾ അവിടെ എത്തി. ഒന്ന് ഫ്രഷ് ആയി നന്നായിട്ട് ഇറങ്ങണം. നാളെ നമുക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്.